മിഷൻ സമുദ്ര തുടങ്ങിയതായും ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം കൂടിയാണ്. നമ്മുടെ റോഡ് തിങ്ങി നിറഞ്ഞാണ് സാധനങ്ങൾ പോകുന്നത്. ഇഡലിയും സാമ്പാറും ഉണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളം പുതുയുഗത്തിലേക്ക് ചുവടുവെക്കുന്നു. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ മിഷൻ സമുദ്ര എന്ന വിഴിഞ്ഞം പദ്ധതി പൂർണ്ണതോതിൽ പ്രാവർത്തികമാകുന്നതോടെ അന്താരാഷ്ട്ര ചരിത്ര ഭൂപടത്തിൽ കേരളത്തിൻ്റെ പേര് സുവർണ ലിപികളാൽ അടയാളപ്പെടുത്തുന്ന നിർണായകമായ ഘട്ടത്തിലാണ് നാം കടന്നു പോകുന്നത്. ലോകത്തിലെ ഏതൊരു വൻകരയിലേക്കും കേരളത്തിൽ നിന്നും നേരിട്ടുള്ള ബന്ധം സ്ഥാപിക്കുവാനുള്ള വഴി തുറക്കലാണ് വിഴിഞ്ഞം മിഷൻ സമുദ്ര. ഇതോടെ വിഴിഞ്ഞത്തു നിന്നും സമ്പൂർണ്ണ കരമാർഗ കയറ്റുമതി ഇറക്കുമതി ചരക്കു നീക്കത്തിനുള്ള വാതിലുകളാണ് തുറന്നത്. ലോകത്തെമ്പാടുമുള്ള 6 ഭൂഖണ്ഡങ്ങളിലായി 50 ലോകരാജ്യങ്ങളിലെ 110-ലധികം പ്രധാന തുറമുഖങ്ങളുമായി വിഴിഞ്ഞം നേരിട്ടുള്ള സമുദ്രബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. 2026 ജൂലൈ 31 വരെയുള്ള കണക്കനുസരിച്ച് 1057 കൂറ്റൻ കപ്പലുകൾ വിഴിഞ്ഞത്തടുക്കുകയും 22 ലക്ഷത്തിലധികം കണ്ടെയ്നറുകൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്തിട്ടുമുണ്ട്. ആഗസ്റ്റ് 18 രാവിലെ ആദ്യ കണ്ടെയ്നറിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങ് വിഴിഞ്ഞത്ത് കേന്ദ്രമന്ത്രി ശ്രീ സർബാനന്ദ സോനോവാളിന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയ ഉദ്ഘാടന പരിപാടിയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഇത് കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ദിവസമാണ്. ഇത് ലോകത്തിലേക്കുള്ള കേരളത്തിൻ്റെ വികസന കവാടമാണെന്ന് തുറന്നിരിക്കുന്നത്. ഇതിനെ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക്, നാടിൻ്റെ വളർച്ചയ്ക്ക്, രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നതാണ് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി. പക്ഷെ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റും ഇല്ലാതെ, ഒരു പോർട്ടിലും പോകാതെ ഏത് സാധനവും ഈ വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് ലോകത്തിലെ ഏത് തുറമുഖത്തേക്കും കയറ്റി അയക്കാം. 6 ഭൂഖണ്ഡങ്ങളിലെ നിരവധി രാജ്യങ്ങളിലെ 100 കണക്കിന് തുറമുഖങ്ങളിലേക്ക് ഇവിടെ നിന്ന് കയറ്റുമതിയും കുറച്ച് കഴിയുമ്പോൾ ഇറക്കുമതിയും ആരംഭിക്കും. നമുക്ക് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ് വിഴിഞ്ഞത്തുള്ളത്. ഇന്ത്യയിൽ ഒരു തുറമുഖത്തിനും ഇതുവരെ സാധ്യമാകാത്ത ഓട്ടോമാറ്റിക് സിസ്റ്റം, ആൽഗരിതം ഡ്രിവണായിട്ടുള്ള കയറ്റിറക്കുമതി സംവിധാനമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം എന്നത് അഭിമാനകരമായ ഒരു നേട്ടമാണ്. മുൻ സർക്കാർ 10 വർഷം ഭരിച്ചിട്ടും ഭൂമി ഏറ്റെടുക്കുവാൻ വൈകിയതിനാൽ റിംഗ് റോഡ് നിർമ്മാണം നടത്തിയിട്ടില്ല. നഷ്ടമായത് സംസ്ഥാനത്തിന് കോടികൾ. നമ്മുടെ നികുതിപ്പണവും മുഖ്യമന്ത്രി പറയുന്നത് കേൾക്കാം. ഇവിടുത്തെ റിംഗ് റോഡിന് 12,000 കോടി രൂപയുടെ പ്രോജക്റ്റിന് ലാൻഡ് അക്വിസിഷന് വേണ്ടി 3,200 കോടി കൊടുക്കണമെന്ന് കൊടുക്കാനുള്ള തീരുമാനമെടുത്തു. നേരത്തെ ആയിരുന്നു ആ തീരുമാനം എടുത്തിരുന്നെങ്കിൽ 1,600 കോടി മതിയായിരുന്നു. ഇപ്പം അത് 3,200 കോടിയായി. ഇനിയും വൈകിക്കാൻ പാടില്ല, അതൊക്കെ എടുത്തു. ഈ പോർട്ടുമായി ബന്ധപ്പെട്ട അതിൻ്റെ വികസനത്തിന് ഈ കൺസെഷൻ എഗ്രിമെൻറ്റിലുള്ള ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഒബ്ലിഗേഷൻസും സമയബന്ധിതമായി അത് തീർക്കും. അത് വേഗത്തിലുണ്ടാവും. നമുക്ക് ലോജിസ്റ്റിക്സ് പാർക്കുകൾ ഉണ്ടാകണം, വെയർ ഹൗസിംഗ് സ്റ്റേഷനുകൾ ഉണ്ടാകണം, കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻസ് ഉണ്ടാകണം, നമുക്ക് ഈ ഫ്രീ ഇൻഡസ്ട്രി സോൺ ഉണ്ടാകണം, നമുക്ക് നമ്മുടെ പ്രോസസ്സിംഗ് വേണം, നമ്മുടെ ഫിഷ് പ്രോസസ്സിംഗ് സോണുകൾ ഉണ്ടാകണം, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകണം. കേരളത്തിലെ നമ്മുടെ പ്രോഡക്റ്റുകൾ കൂടി നമുക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റണം. നമ്മുടെ ട്രഡീഷണൽ ഇൻഡസ്ട്രി, കശുവണ്ടി, കയർ, കൈത്തറി തുടങ്ങിയ മെറ്റീരിയൽസ്, നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾ, നമ്മുടെ ഓളിയോർസൻസ്, ഇതെല്ലാം കേരളത്തിൽ നിന്ന് നമുക്ക് തിരുവനന്തപുരത്ത് നിന്നൊരു തടസ്സവും കൂടാതെ നമുക്ക് എല്ലാ ലോക രാജ്യങ്ങളിലും എത്തിക്കാൻ കഴിയണം. ഏറെ സന്തോഷകരമായി തോന്നിയത് ഇന്ന് കയറ്റിവിട്ട സാധനങ്ങളുടെ പട്ടിക കേട്ടാൽ ആർക്കും അത്ഭുതം തോന്നും. വീട്ടമ്മമാർക്ക് ആവേശം ഉൾക്കൊള്ളുന്ന സാധനങ്ങളാണ് അവ. ഇനി വ്യാപാരം അടുക്കളയിൽ നിന്ന് തുടങ്ങാം. 2 സ്ഥാപനങ്ങളുടെ നിലമേൽ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെയും ആസ്പിൻ വാളിൻ്റെയും ഫുഡ് പ്രോഡക്ട്സ് പോവുകയാണ്. എന്തൊക്കെയുണ്ടെന്നറിയാം ഇന്ന് പോകുന്നതിൽ. ഇഡലിയും സാമ്പാറും ഉണ്ട്. ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ഇലയടയുണ്ട്, പഴംപൊരിയുണ്ട്. ഇതടക്കമുള്ള കേരളത്തിലെ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇന്ന് കയറ്റുമതി ചെയ്യുന്ന കൂട്ടത്തിലാണ്.
അപ്പം ഞങ്ങൾ ഗവൺമെൻറ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്, കേരളത്തിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ, വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ, അതിനെല്ലാം ഞങ്ങൾ കേരള ബ്രാൻഡ് കൊടുക്കുകയാണ് പരിശോധിച്ച്. ആ കേരള ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങൾ കൂടി ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യപ്പെടാൻ കഴിയും എന്നുള്ളത് നമ്മുടെ വലിയ സ്വപ്നമാണ്. ആരെയും കാണാതെ ബജറ്റിന്റെ പണിപ്പുരയുമായി മാറി താമസിച്ച മുഖ്യമന്ത്രിയെ കാണാൻ കസ്റ്റംസ് പ്രിവെന്റീവ് കമ്മീഷണർ രമേശ് ചെന്നിത്തല ഇടപെട്ടാണ് അനുവാദം ലഭിച്ചത്. കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ കൂടി ഉണ്ടായാൽ മാത്രമേ മിഷൻ സമുദ്ര ലക്ഷ്യത്തിലെത്തുകയുള്ളൂ എന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. അതേക്കുറിച്ച് അപ്പോൾ തന്നെ മുഖ്യമന്ത്രി പഠിക്കുകയും അതിനാവശ്യമായ ഫണ്ട് ബജറ്റിൽ വകയിരുത്തുകയും ചെയ്തു. പുറമെ മറ്റെന്തൊക്കെ വേണമെന്നും മുഖ്യമന്ത്രി വിശദീകരിക്കുന്നു. ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളും ഒരു കണ്ടെയ്നർ സ്റ്റേഷനും 18 മിനി തുറമുഖങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തെ തന്നെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റണം, പോർട്ട് സിറ്റിയാക്കി മാറ്റണമെന്നതാണ്. അതിനാണ് മിഷൻ സമുദ്ര ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. മിഷൻ സമുദ്രയുടെ പ്രഖ്യാപനം കൂടിയായി, അതിനുള്ള വേദിയായി കൂടി ഈ സ്റ്റേജ് മാറുകയാണ്. ഏറ്റവും പ്രധാനം 600 കിലോമീറ്ററുള്ള ഈ കടലാണ്. ഈ കടലും ഈ 18 മിനി തുറമുഖങ്ങളും ഈ 2 സുപ്രധാനമായ തുറമുഖങ്ങളും കണ്ടെയ്നർ സ്റ്റേഷനുമാണ്. ഈ തുറമുഖങ്ങളെ മുഴുവൻ നമുക്ക് വളർത്തിയെടുക്കണം. അതിന് സ്വകാര്യ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ഈ ഗവൺമെന്റ് ആരംഭിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ സന്തോഷപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പോർട്ടുകളെല്ലാം കണക്ട് ചെയ്യണം. അതിലൂടെ നമുക്ക് 50%, 60% സാധനങ്ങൾ കടലിലൂടെ ആക്കണം. ഇപ്പോൾ ബങ്കറിംഗ് ഫെസിലിറ്റി ആരംഭിക്കും. ഒരുപാട് പോർട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആരംഭിക്കും. അതിൻ്റെ കൂടെ നമുക്ക് ബാർജ് ലോജിസ്റ്റിക്സ് ഉണ്ടാകണം, വെസൽ ലോജിസ്റ്റിക്സ് ഉണ്ടാകണം, ഇതെല്ലാം ഉണ്ടാകണം. തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം തുറമുഖം മറ്റ് പ്രദേശത്തിലുള്ളവർക്ക് എങ്ങനെ പ്രയോജനം ചെയ്യുമെന്നും അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നും ചിലപ്പോൾ ചോദിച്ചേക്കാം. അതിനുള്ള മറുപടി അദ്ദേഹം മുൻകൂട്ടി കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. കേൾക്കാം നമുക്കത്. കൊച്ചിൻ പോർട്ടിൽ ഒരു ക്രൂയിസ് ടെർമിനൽ ആരംഭിക്കുക, അതുകൂടി മിഷൻ സമുദ്രയുടെ ഭാഗമാണ്. കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കും കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്കും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുമുള്ള യാത്രാ കപ്പലുകൾ ഉണ്ടാവും. അതിനെ നമ്മൾ 44 നദികളുമായും നമ്മുടെ ലേക്കുകളുമായും നമ്മുടെ ബാക്ക് വാട്ടറുമായിട്ടും കണക്ട് ചെയ്ത് വലിയ ടൂറിസം പ്രോജക്റ്റുകൾ കേരളത്തിലുണ്ടാകും. റിവർ ക്രൂയിസ് ഉണ്ടാവും കേരളത്തിൽ. ഇതാണ് നമ്മുടെ സ്വപ്നം. നമ്മളത് യാഥാർത്ഥ്യമാക്കാൻ സമയബന്ധിതമായ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നു. അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു മാരിടൈം മ്യൂസിയവും കേരളത്തിലുണ്ടാവും. ഒരുപാട് കാഴ്ചപ്പാടുകളാണ് നമ്മുടെ മുഖ്യമന്ത്രിക്കുള്ളത്. ഇത് ഇവിടെ തീരുന്നില്ല. ഒരു തലമുറയിലെ യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും തൊഴിൽ അന്വേഷകർക്കും ഉപകരിക്കുന്ന തരത്തിൽ എങ്ങനെ വാർത്തെടുക്കണമെന്നാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത് എന്ന ചോദ്യത്തിനും ഇവിടെ പ്രസക്തിയുണ്ട്. മിഷൻ സമുദ്ര എന്നുള്ള കൺസെപ്റ്റ് അക്കാഡമിയുമായി നമ്മൾ കണക്ട് ചെയ്യണം. നമുക്ക് മാരിടൈം ഹിസ്റ്ററി, മാരിടൈം ലോ, അതുപോലെ ലോജിസ്റ്റിക്സ് തുടങ്ങിയ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. ആ സബ്ജക്റ്റുകളിൽ അക്കാഡമിക് പ്രോഗ്രാമുകൾ നമുക്ക് തുടങ്ങി വെക്കണം. സിയാൽ ഈസ് എ കോമ്പിറ്റന്റ് ഏജൻസി ടു സ്റ്റാർട്ട് ആൻ എയർപോർട്ട്. സിയാൽ ഒരു കൺസൾട്ടൻസി സർവീസ് തുടങ്ങണം. ഇന്ത്യയിലോ 3 ലോക രാജ്യങ്ങളിലോ ലോകത്തിൽ എവിടെയും ഒരു പോർട്ട് തുടങ്ങാനുള്ള എല്ലാ കോമ്പിറ്റൻസിയും സിയാലിനുണ്ട്. എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടാലൻറ്റ് പൂൾ അവിടെയുണ്ട്. കൺസൾട്ടൻസി തുടങ്ങണം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഒരു കൺസൾട്ടൻസി തുടങ്ങണം എന്നുള്ളതാണ്. ലോകത്തിൽ ഏത് രാജ്യത്തും ഒരു പോർട്ട് ആരംഭിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ കൺസൾട്ടൻസിയെ നമുക്ക് അയക്കാൻ കഴിയും. ലോകത്തെ ഏത് രാജ്യത്ത് പോയിട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് അവർ പോയി ലോകത്തൊരു പുതിയ പോർട്ട് തുടങ്ങണമെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങാൻ പറ്റും. അപ്പോൾ ഒരുപാട് സാധ്യതകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ സാധ്യതകളെ മുഴുവൻ നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നുള്ള വലിയ ഒരു സ്വപ്നത്തിൻ്റെ ആരംഭമാണ് ഇന്നിവിടെ കുറിച്ചിരിക്കുന്നത് എന്ന് പ്രത്യേകമായി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഈ എക്സിം ആക്ടിവിറ്റീസ് ഫ്ലാഗ് ഓഫ് ചെയ്തതായും മിഷൻ സമുദ്ര തുടങ്ങിയതായും നിങ്ങളോടെല്ലാം സന്തോഷപൂർവ്വം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും.
മുഖ്യമന്ത്രിയുടെ ദീർഘവീക്ഷണവും കാഴ്ചപ്പാടും ചെറിയ വാക്കുകളിൽ നമ്മൾ കേട്ടുകഴിഞ്ഞു. അദ്ദേഹത്തിന് എല്ലാവിധ ആദരവും ബഹുമാനവും നൽകുന്നതോടൊപ്പം ഈ തുറമുഖത്തിൻ്റെ നാൾവഴികളും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരെ മറന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. അതിൽ ഏറ്റവും പ്രധാനമായി 1991 ലീഡർ കെ കരുണാകരൻ മുഖ്യമന്ത്രിയും MV രാഘവൻ തുറമുഖ മന്ത്രിയുമായിരുന്ന കാലത്താണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഗൗരവമായി മുന്നോട്ട് വന്നത്. അതാണ് ആധുനിക തുറമുഖ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട അധ്യായം. ഇത് സ്വർണ്ണലിപികളാൽ എഴുതി ചേർക്കപ്പെടേണ്ടതാണ്. പിന്നീട് അധികാരത്തിൽ വന്ന EK നായനാർ, AK ആന്റണി, VS അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി, ഏറ്റവും ഒടുവിലായി പിണറായി വിജയൻ എന്നിവരുടെ ഇടപെടലും വിസ്മരിക്കുവാൻ പറ്റാത്തതാണ്. പദ്ധതി പ്രാവർത്തികമാക്കാൻ മുന്നോട്ട് വന്ന അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ സേവനവും ചെറുതായി കാണുന്നില്ല. ഏറ്റവും ഒടുവിലായി ഇന്ത്യൻ പ്രധാനമന്ത്രി ബഹുമാന്യനായ നരേന്ദ്രമോദിയാണ് 2025 മെയ് 2 വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഉദ്ഘാടനം ചെയ്ത് രാജ്യത്തിന് സമർപ്പിച്ചത്. ഈ പദ്ധതിക്കായി അഹോരാത്രം ജോലി ചെയ്ത IAS തലത്തിലുള്ള ജീവനക്കാർ മുതൽ താഴേക്കിടയിൽ ജോലി ചെയ്ത ഓരോരുത്തർക്കും അഭിമാനത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും നല്ല ദിനമായി കാണാം. ഈ നൂറ്റാണ്ടിലെങ്കിലും ഈ വിഴിഞ്ഞം പദ്ധതി പ്രാവർത്തികമാക്കാൻ സാധിച്ചത് ഇന്നത്തെ ഭരണകൂടത്തിൻ്റെയും നമ്മുടെയും നേട്ടമാണ്. നമുക്കും അഭിമാനിക്കാം. ഇനി കേരളം കുതിക്കട്ടെ, നമ്മുടെ രാജ്യം സമ്പൽ സമൃദ്ധമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.